ഹലോ എവരി വൺ, വെൽക്കം ടു സ്മാർട്ട് ഷോ ഇറ്റി. ഇന്ന് റീഡിങ്ങിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമ്മൾക്കിന്ന് വളരെ വേണ്ടപ്പെട്ട, വളരെ പ്രധാനപ്പെട്ട കുറച്ച് ടിപ്സ് പഠിക്കാം. ഓക്കെ, നമുക്ക് എക്സാമിന് നല്ലൊരു മെറ്റീരിയൽ കിട്ടിയെന്നിരിക്കട്ടെ. പാട്ട് നല്ല എളുപ്പമായിരുന്നു. സ്റ്റുഡൻസ് എല്ലാം വന്നിട്ട് ഞാൻ പാട്ട് നന്നായിട്ട് എഴുതി, എനിക്ക് ഫുൾ ആൻസേഴ്സ് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ മാർക്ക് 320, 330 എന്നിങ്ങനെ സ്റ്റക്കായി പോയിട്ടുണ്ടാവും. അപ്പോൾ ഈ റീഡിങ്ങിൻ്റെ പാട്ട് എളുപ്പമായിരുന്നു എന്ന് പറയുന്നവർ BC ഏകദേശം എളുപ്പമായിരുന്നു എന്ന് പറയും. കാരണം നമ്മൾ BC എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഓക്കെ, നമുക്കിപ്പോൾ ടൈം തികഞ്ഞു, നമ്മുടെ 45 മിനിറ്റ്സിലെ 22 ക്വസ്റ്റ്യൻസ് നമുക്ക് റൈറ്റ് ആൻസേഴ്സ് എഴുതാനൊക്കെ സാധിച്ചു. എന്നിരുന്നാൽ പോലും ചില സന്ദർഭങ്ങളിൽ നമുക്കറിയില്ല ഓക്കെ അതിൻ്റെ ആൻസർ എന്താണ്, കറക്റ്റായിട്ട് അറിയില്ല. കാരണം ബിയും സിയും അങ്ങനെയാണല്ലോ, നമുക്ക് എഴുതി വെക്കാം എന്നുള്ളതല്ലാതെ ഈ ഒരു ആൻസറാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ വീട്ടിൽ വന്നിട്ട് നോക്കാനാണേലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മുടെ മനസ്സിൽ അങ്ങനെ നമുക്ക് മൈൻഡിൽ വെക്കാനും സാധിക്കില്ല. പക്ഷേ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഈ മെറ്റീരിയലാണ് കിട്ടിയത്, ഈ ഒരു മെറ്റീരിയലിനകത്ത് എനിക്ക് കൃത്യമായിട്ടുള്ള ആൻസേഴ്സ് ഇത്രയാണെന്നുള്ളത് അറിയാം എന്നിങ്ങനെയുള്ള ഒരു ഓർമ്മ നമുക്കുണ്ടാകും. ഓക്കെ, പക്ഷേ അങ്ങനെയൊക്കെ ഇരുന്നിട്ടും ഔട്ട് ഓഫ് 20ൽ 20 റൈറ്റ് ആൻസേഴ്സ് കിട്ടിയെന്ന് നമ്മുടെ മനസ്സിൽ നമുക്ക് ഉറച്ച ബോധ്യമുണ്ടായിട്ടും നമ്മുടെ റിസൾട്ട് വരുമ്പോൾ നമുക്ക് ഒരു 330, 320 അങ്ങനെ ആയി പോകുന്നതിൻ്റെ കാരണം എന്താണ്, നമുക്കതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. മോസ്റ്റ്ലി നമ്മൾ ആൻസറിനകത്ത് നമ്മൾ കൃത്യമായിട്ട് ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ടാവില്ല. കേട്ടിട്ടുണ്ടോ ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ എന്താണെന്ന്? യെസ്, ആർട്ടിക്കിൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു 3 ആർട്ടിക്കിളാണുള്ളത്. ദ, ആൻ, എ. ഈ 3 ആർട്ടിക്കിളിൻ്റെ യൂസേജും കൂടെ കൂടി നമുക്ക് നമ്മുടെ ആൻസേഴ്സിൽ മിക്കവാറും എഴുതാനായിട്ടുണ്ടാവും. ഇങ്ങനെ ആർട്ടിക്കിൾ വെച്ചുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് എഴുതുന്ന ഒരു 4-5 ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് റീഡിങ്ങിൽ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഒന്നല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാകാതെ പോകുന്നു എന്നുള്ളതാണ് ഇതിനെ നമ്മൾ മിസ് ചെയ്യാനായിട്ടുള്ളതിൻ്റെ കാരണം. ഓക്കെ, ഇനി ആർട്ടിക്കിൾ എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഇത്തിരി കൂടെ എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ദ എന്നുള്ളത് ഡെഫിനറ്റീവ് ആർട്ടിക്കിളും എ ആൻഡ് ആൻ ഇത് ഇൻഡെഫിനറ്റീവ് ആർട്ടിക്കിളുമാണ്. റീഡിങ്ങിൽ ഇതിന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്, പ്രത്യേകിച്ച് പാർട്ട് എയിൽ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമുക്ക് തന്നു, എന്നിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണല്ലോ പാർട്ട് എന്ന് പറയുന്നത്, 8 to 20. അപ്പോൾ അതിനകത്ത് നമുക്ക് കൊടുത്തിരിക്കുകയാണ് ഒരു ക്വസ്റ്റ്യൻ തന്നു, ആ ക്വസ്റ്റ്യൻ നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തന്നു, ഡാഷ് ഇട്ടു. അതിനകത്ത് എഴുതേണ്ട ഒരു വാക്കാണ് ഇപ്പോൾ കമ്പോണൻറ്റ് എന്നിരിക്കട്ടെ. ഈ കമ്പോണൻറ്റ് എന്നുള്ള വാക്കിൻ്റെ തൊട്ട് ബാക്ക് സൈഡിലും കൂടി നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഈ ഒരു വാക്ക് മാത്രമല്ല, ഏതൊരു വാക്ക് ആൻസറായിട്ട് നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ തൊട്ട് പുറകിലെ എയോ ആനോ ദായോ ഉണ്ടോ എന്ന് എപ്പോഴും ഒന്ന് നോക്കണം. ശരിയാണ്, നമ്മൾ നല്ല ബിസിയാണ്, നമുക്ക് 15 മിനിറ്റ്സേ ഉള്ളൂ, 20 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് ചെയ്യണം. ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു ഗെറ്റ് ഓൾ ദ 20 ആൻസേഴ്സ് ഇൻ 15 മിനിറ്റ്സ് ദാറ്റ് വി ഓൾ നോ. പക്ഷേ അതിന് വേണ്ടിയിട്ടും കൂടെ കുറച്ച് സമയം നമ്മൾ കൊടുക്കണം, കുറച്ച് സ്പേസ് കൊടുക്കണം. ഏതൊരു വാക്ക് ആൻസറായിട്ട്, ഇപ്പോൾ ആ ഒരു വാക്കിനെ മാത്രമല്ല കേട്ടോ, അതൊരു ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഏതൊരു വാക്കാണ് നമ്മുടെ ആൻസറെങ്കിലും ആ വാക്കിൻ്റെ തൊട്ട് പിറകിൽ ദയോ ആനോ ഏയോ അങ്ങനെ ആർട്ടിക്കിൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കുക. ഉണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനകത്തേക്ക് വീണ്ടും വരിക, ഓടി എഴുതരുത്. ക്വസ്റ്റ്യൻ വന്നിട്ട് നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ഇട്ടിരിക്കുന്നതിന് ഫില്ല് ചെയ്യാൻ ഇട്ടിരിക്കുന്ന ആൻസറിൻ്റെ ആ സ്ഥലത്തിന് തൊട്ട് പിറകിലായിട്ട് ദായോ ആനോ ഏയോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ഉത്തരം എഴുതുമ്പോൾ ഈ വാക്കുകൾ കൂടെ ചേർത്ത് ഉത്തരം എഴുതാനായിട്ട് ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് കോമ്പണൻറ്റ് എന്താണ് നമ്മുടെ പാരഗ്രാഫിൽ കിടക്കുന്നതെന്ന് വിചാരിക്കുക. നമ്മൾ വന്ന് നോക്കി നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഒന്നുകൂടി കൂടി നോക്കിയപ്പോൾ അതിൻ്റെ ബാക്കിൽ ദ ഇല്ല. അതേ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വാക്കിന് തൊട്ട് പുറകിൽ ദ ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ദ കോമ്പണൻ്റ് എന്ന് തന്നെ എഴുതണം കേട്ടോ, എങ്കിലേ ആൻസർ ശരിയാവത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് റോങ് ആൻസർ ആയിട്ട് അതിനെ കൂട്ടും. അടുത്തൊരു എക്സാമ്പിൾ, ഇപ്പോൾ പില്ലോ എന്നുള്ളതാണ് ആൻസർ, ക്വസ്റ്റ്യൻ്റെ ആൻസർ പില്ലോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻസർ സ്ഥാനത്ത് കിടക്കുന്നത് എങ്കിൽ വീണ്ടും വന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് നോക്കുക.
അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പിറകിൽ ഇപ്പോൾ ക്വസ്റ്റ്യനകത്ത് കിടക്കുന്ന എ പില്ലോ എന്നുണ്ടാകും. അപ്പോൾ ക്വസ്റ്റ്യനകത്ത് എ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്കിന് തൊട്ട് മുന്നേ ഉണ്ടെങ്കിൽ എഴുതണ്ട, ഇല്ലെങ്കിൽ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എ പില്ലോ എന്ന് തന്നെ കൊടുക്കണം. അതുപോലെ തന്നെയാണ് ആനും എന്നുള്ള വാക്കും ഉണ്ട് എങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആൻ കൂട്ടിയിട്ടാണ് ആൻസർ കിടക്കുന്നത് എങ്കിൽ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എപ്പോഴും നിങ്ങളുടെ കൂടി ചേർത്തിട്ട് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഐസ് പാക്ക് എന്നുള്ളതാണ് നമ്മൾ കൊടുക്കുന്നത് എങ്കിൽ അത് അങ്ങനെ വെച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ അതും കൂടെ കൂടി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ ആൻസർ ശരിയായിട്ട് പോകും. ഇങ്ങനെയുള്ള ചെറിയത് മിസ്റ്റേക്കാണ് എന്ന് ഓർത്തുകൊണ്ടിരിക്കരുത്. ഓക്കെ, ഞാൻ ഇപ്പോൾ പില്ലോ എന്നെഴുതി ബാക്കിൽ എ ഉണ്ടായിരുന്നു, എ ഞാൻ എഴുതിയില്ല. ഓക്കെ, പില്ലോ എൻ്റെ റൈറ്റ് ആൻസർ ആണല്ലോ എന്ന് പറഞ്ഞാൽ എ എന്നുള്ള വാക്ക് ഇല്ലാത്തത് കൊണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. കാരണം ഒരു കംപ്ലീറ്റ് സെൻറ്റൻസിന് ക്വസ്റ്റ്യൻ വെച്ചിട്ടുള്ള കംപ്ലീറ്റ് സെൻറ്റൻസിന് എ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു വാക്കോട് കൂടി നോക്കിയിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇതിനെ നിസ്സാരവൽക്കരിച്ച് കാണരുത്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ഒറ്റ കാരണത്താലാണ് നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്നത്. 320 എന്ന് പറയുമ്പോൾ 350 വരാനായിട്ട് 3 ആൻസറേ കിട്ടാതെ പോയിട്ടുള്ളൂ. 330 എന്ന് പറയുമ്പോൾ 2 ആൻസറേ കിട്ടാതെ പോയിട്ടുള്ളൂ. അത് മിക്കവാറും ഇത് തന്നെയായിരിക്കും. ഓക്കെ, ഇനി 1 to 7 മറ്റൊരു കാര്യത്തോട് കൂടി പറഞ്ഞു തരാനായിട്ടുള്ളത്, ചിലപ്പോൾ കുട്ടികൾ മറന്നു പോകും. 1 to 7 നമ്മൾ ABC ചൂസ് ചെയ്ത് എഴുതുന്നതാണ്. ABCD അതിനകത്ത് ഓർക്കുക, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സാണ് എഴുതേണ്ടത്, സ്മോൾ ലെറ്റർ എഴുതരുത്. ചിലവർ മറന്നുപോയിട്ട് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് എയും ബിയും സിയും എല്ലാം നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതിയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതി വെക്കും. അങ്ങനെ ചെയ്യരുത്. ABCD ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. ഈ ചെറിയ കാര്യം ഇത് വലിയ കാര്യമാണ്. ഇത് ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് 350 എത്തും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത നല്ല ഇൻഫർമേഷനായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.